അല്ലെങ്കിൽ ഈ പ്രപഞ്ചം നിലനിൽക്കൂല. അതുപോലെയാണ് അദ്ദീനു അന്നസുയഹ. അദ്ദീനു അന്നസുയഹ, അദ്ദീനു അന്നസുയഹ ഖാലഹ സലാസ. ഹബീബ റസൂലുള്ള പറഞ്ഞു, ദീൻ എന്നാൽ നസുയഹത്താണ്. എത്ര വട്ടം റസൂലുള്ള പറഞ്ഞു? 3 വട്ടം. പ്രധാനപ്പെട്ട കാര്യം റസൂലുള്ള 3 വട്ടം പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സതുപദേശം എന്ന് പറഞ്ഞത് ചെറിയൊരു കാര്യമല്ല. അത് പറയുന്നവരെ ആക്ഷേപിക്കാൻ പാടില്ല, അതിന് വേണ്ടി തടസ്സപ്പെടുത്താൻ പാടില്ല, അതിന് നിസ്സാരപ്പെടുത്താൻ പാടില്ല, അത് നിസ്സാരാക്കാൻ പാടില്ല, അതിന്റെ ആളുകളെ കളിയാക്കാൻ പാടില്ല. അവർക്കൊരു കമ്മി വന്നാൽ എല്ലാവരും കൂടെ നടത്തി കൊടുക്കണം. എന്തുകൊണ്ട്? അതൊക്കെ ഇവിടെ നടന്നാൽ മാത്രമേ ആകാശത്തിന്റെ സ്ഥാനത്തും ഭൂമിയുടെ സ്ഥാനത്തും നിലനിൽക്കുള്ളൂ. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. കാലാന്തരത്തിൽ അതിലൊക്കെ പല വ്യത്യാസങ്ങളും ഉണ്ടായിരിക്കാം, എന്നാൽ ഇതിന്റെ അസ്ൽ വളരെ ഹക്കാണ്. അത് പൈസക്ക് വേണ്ടി പറയുന്നവരുണ്ടാകാം, അതൊക്കെ ഉണ്ടാകാം, എല്ലാം ഉണ്ടാകാം. ഒന്നിനും വിമർശിക്കാൻ പാടില്ല. ഇപ്പൊ തിരുവനന്തപുരത്ത് നിന്നും മറ്റുമൊക്കെ കുറെ വേളന്മാർ വന്ന് പ്രസംഗിക്കുന്നു. നമ്മൾ ചില ആളുകൾ അവരെ ആക്ഷേപിക്കുന്നത് കാണാം. ഒന്നും ആക്ഷേപിക്കരുത്. എന്താണെങ്കിലും അവരെന്താണ് പറയുന്നത്? അള്ളാഹിനെ പറ്റിയല്ലേ പറയുന്നത്, അള്ളാഹുന്റെ റസൂലിനെ പറ്റിയല്ലേ പറയുന്നത്. മനസ്സിലായില്ലേ പറയുന്നത്? ഒന്നും ആക്ഷേപിക്കാൻ നിങ്ങൾക്ക് മനസ്സിലായില്ല. ചില ആളുകളൊക്കെ ഇങ്ങനെ വിമർശിക്കുന്നത് കാണാം ഓരോ കാലത്ത്. അങ്ങനെ നമ്മൾ പറയണ്ട. ഇതിനൊക്കെ ഏർപ്പാട് ചെയ്യുന്ന ആൾ ആരാണ്? അള്ളാഹുവാണ്. അത് തിരുവനന്തപുരത്ത് നിന്ന് വന്നാലേ, അത് ചിറയൻകീഴിൽ നിന്ന് വന്നാലേ, അത് കൊല്ലത്തുനിന്ന് വന്നാലേ, അത് കോട്ടയത്ത്, അതൊന്നും പറയാൻ എനിക്കും അധികാരമില്ല. മനസ്സിലായില്ലേ? എന്താണെങ്കിലും ആരെ പറ്റിയാ പറയുന്നത്? ജല്ല ജലാലായ സുബ്ഹാനെ പറ്റിയാ പറയുന്നത്. അതാര് പറഞ്ഞാലും പറഞ്ഞവർക്കും കൂലിയാണ്, കേട്ടവർക്കും കൂലിയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അവര് പറഞ്ഞ അവരെന്താണെങ്കിലും അവരിനി അങ്ങനെയാണ്, അവരിങ്ങനെ, ഇതൊന്നും പറയേണ്ട ആവശ്യം നിനക്കും എനിക്കും ഇല്ല. അവർക്ക് ഇത്ര ഫീസാണ് ഇയ്യും ഞാനും പറയേണ്ട ആവശ്യമില്ല. അതിലൊന്നും നമ്മൾ ഇടപെടേണ്ട ആവശ്യം ഇല്ല. പിന്നെ ഒരു കാര്യം ഉറപ്പാണ് കുട്ടികളെ, നീർക്കുമളകൾക്ക് നിലനിൽക്കാൻ കഴിയില്ല, അത് വറ്റിപ്പോകും. അള്ളാഹു കാക്കട്ടെ. അത് ഹക്കാണെങ്കിൽ മാത്രമേ എന്താവുള്ളൂ, നിലക്കുള്ളൂ. എന്താണെങ്കിൽ ഇയ്യും ഞാൻ ആക്ഷേപിക്കണ്ട. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? സ്റ്റേറ്റിൽ നിന്നൊക്കെ വന്ന ഒരുപാട് വേളന്മാര് നമ്മളെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. അവരൊക്കെ ആക്ഷേപിക്കുന്ന ചില ആളുകളെയും കാണാം. അതിന് ശരിയല്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? അവരെ പ്രസംഗത്തിന് പോകൂല, അങ്ങനെ ഒന്നും നിങ്ങൾ പറയാൻ പാടില്ല, ഒന്നും പറയാൻ പാടില്ല. അതൊന്നും നമ്മളെ ഏൽപ്പിച്ചതല്ല. നമ്മളെ ഏൽപ്പിച്ചത് എന്താ? നന്മക്ക് സഹകരിച്ചു കൊടുക്കുക. ഇല്ലെങ്കിൽ എനിക്കറിയില്ല, എനിക്കതിനെ പറ്റി അറിയില്ല. എനിക്ക് അറിയൂല. ഒരു മനുഷ്യന്റെ ഏറ്റവും നല്ല ഇസ്ലാമിന്റെ മഹത്വവും സൗന്ദര്യവും അവൻ അറിയാത്ത വിഷയത്തിൽ അവന് വിട്ടുക്കലാം. അതിനെപ്പറ്റി എനിക്കറിയില്ല. എന്താ നിങ്ങളെ അഭിപ്രായം? എനിക്കറിയില്ല, അറിയാത്തത് കൊണ്ടാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. എന്താണെങ്കിലും നന്മയാണ്, നന്മക്ക് സഹായിക്കണം. നന്മക്ക് സഹായിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നന്മക്ക് എല്ലാവരും സഹായിക്കും. പിന്നെ നമ്മൾ അതിന്റെ അപ്പുറത്തേക്ക് കടക്കണ്ട. അതൊന്നും അതിലും നിങ്ങൾ ബേജാറാവണ്ടയില്ല. ഒരു സംഗതി നന്മയാണെങ്കിൽ നിലനിൽക്കണം, അത് നിലനിൽക്കും. നന്മ നിലനിൽക്കും. നന്മയല്ലാത്തതോ അത് ഈ പൊളിച്ചാടിക്കേണ്ട ആവശ്യമില്ല. അതൊരു ദിവസം അത് പൊളിഞ്ഞ് ചാടും. നീർക്കുമിള എന്നത് വറ്റിപ്പോകും. അതിന് കാറ്റുകൊള്ളാൻ കഴിയില്ല. അതിങ്ങനെ അങ്ങനെയാണ് പതച്ച്, ഈ സോപ്പിന്റെ കുമളങ്ങനാണ് പതച്ച് പൊന്നിയാല് രാജാവിന്റെ കൊട്ടാരം പോലും അതിന്മേൽ കണ്ണാടിച്ചില്ലി തെളിയും പോലെ തെളിയും. ഭയങ്കര രസമുണ്ടാവും ഈ നീർക്കുമിള. പക്ഷേ ഒരു കാറ്റിൽ ലേശം വന്നാൽ അതെന്താവും? പൊട്ടിപ്പോവും. മനുഷ്യന് ഉപകാരം ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ഭൂമിയിൽ നിലനിൽക്കുകയുള്ളൂ. അത്തരം കാര്യം ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അപ്പൊ എന്താ ഞാൻ ഇതൊക്കെ പറയാനുള്ള കാരണം എന്നാൽ, ഇവിടെ നമ്മൾ